റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി വന്നിരിക്കുന്നു. കർണാടകയിലെ ശിവമോഗ സ്വദേശി HM വെങ്കിടേഷാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബംഗളൂരുവിലെ കബ്ബൺ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ആണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതി നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്റെ കൂടെ പരിഗണിക്കുമെന്നും കബ്ബൺ പാർക്ക് പോലീസ് അറിയിച്ചിരുന്നു. 18 വർഷത്തിനു ശേഷം RCB ഫ്രാഞ്ചൈസിൽ അവരുടെ ആദ്യ IPL ട്രോഫി നേടിയതിനു ശേഷം കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിലായിരുന്നു അപകടം സംഭവിച്ചത്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപം ഉണ്ടായ തിക്കിലും തിരക്കിലും 11 പേർ മരിക്കുകയും 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്റ്റേഡിയം പരിസരത്തിന് സമീപമുള്ള ഒരു ട്രെയിനിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന താൽക്കാലിക സ്ലാബ് അതിൽ കയറി നിന്ന് ആളുകളുടെ ഭാരം താങ്ങാതെയാണ് തകർന്നു വീണത് എന്നാണ് അപകടത്തിന്റെ പശ്ചാത്തലം ഒരുക്കിയത്. പെട്ടെന്നുള്ള തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ പരിഭ്രാന്തരായി. മരിച്ചവരിൽ 13 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം പരിപാടിക്ക് പോലീസ് അനുമതി ഉണ്ടായിരുന്നില്ല എന്നതാണ് വിവരം. RCB മാനേജ്മെന്റ് അവരുടെ വിജയ പരേഡിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ട്വീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോലീസുമായി കൂടി ആലോചിച്ചിരുന്നു എന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. അതിനിടെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗളൂരു സിറ്റി കമ്മീഷണർ വി ദയാനന്ദ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ RCB ടീം, KCA, DNA എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, മറ്റുമുള്ളവർ എന്നിവർക്കെതിരെ ബംഗളൂരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. RCB മാർക്കറ്റിംഗ് മേധാവി നിഖിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും വിജയാഘോഷത്തിന്റെ സംഘടനയായ DNA എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 3 ജീവനക്കാരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ബംഗളൂരു ദുരന്തത്തിൽ കബ്ബൺ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ 3 FIRകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതേസമയം IPL കിരീടം നേടിയ RCB ടീമിനായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിലേക്ക് പ്രവേശനം സൗജന്യമാണെന്ന പ്രഖ്യാപനമാണ് ബംഗളൂരു കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. കർണാടക സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് എത്തിയ അഭൂതപൂർവമായ ജനക്കൂട്ടം സ്റ്റേഡിയത്തിന്റെ ഇടുങ്ങിയ ഗേറ്റിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചതാണ് 11 പേരുടെ മരണത്തിന് കാരണമായത്. 50ഓളം പേർക്കാണ് ഇതിൽ പരിക്ക് പറ്റിയത്. ദുരന്തത്തിന് സാക്ഷിയായവരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ആയിരക്കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ഒരേ സമയം പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത്. തങ്ങളെ നേരിൽ കാണാൻ, വിജയാഘോഷത്തിൽ പങ്കെടുക്കാനും നഗരത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. ആദ്യം പരിപാടിക്ക് പാസുകൾ നൽകിയായിരുന്നു പ്രവേശനം. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് പാസുകൾ ലഭിച്ചത്. പിന്നീട് എല്ലാവരെയും പരിപാടിയിലേക്ക് സൗജന്യമായി പ്രവേശിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നു. ഗേറ്റുകളും തുറന്നിട്ടതോടെയാണ് ആളുകൾ ഇടിച്ചു കയറാൻ തുടങ്ങിയത്. അക്ഷമയായ ആരാധകർ സ്റ്റേഡിയത്തിന്റെ മതിലുകളിലും അടുത്തുമുള്ള മരങ്ങളിലും ഉൾപ്പെടെ കയറി താരങ്ങളെ നേരിട്ട് കാണാനുള്ള ശ്രമം നടത്തി. കർണാടക സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും വന്ന 10,000-കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടെ ബാരിക്കേഡുകൾ മറിഞ്ഞു വീണു. തിക്കിലും തിരക്കിലും പെട്ട് ചിലർ ബോധരഹിതരായി നിലത്ത് വീണതോടെ അവരെ ചവിട്ടി മെതിച്ച് ജനക്കൂട്ടം മുന്നോട്ടു പോയി. അനിയന്ത്രിതമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസുകാർക്കും കഴിഞ്ഞില്ല. കേവലം 5000 പോലീസുകാരെയാണ് 3 ലക്ഷത്തിലേറെ ആളുകളെ നിയന്ത്രിക്കാൻ വിന്യസിപ്പിച്ചിരുന്നത്. മുഖത്തും തലയിലും നെഞ്ചിലുമൊക്കെ ചവിട്ടേറ്റാണ് പലരും മരിച്ചത്. റോഡിലെ തിരക്ക് കാരണം ആംബുലൻസുകൾക്ക് അടിയന്തരമായി എത്തിച്ചേരാനും പ്രയാസം നേരിട്ടു. ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോലീസുകാർ പരിക്കേറ്റവരെയും അബോധാവസ്ഥയിലുള്ളവരെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവാമായിരുന്നു എത്രമാത്രമായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നത്. തിക്കിലും തിരക്കിലും പെട്ട് ചിലർ ബോധരഹിതരായി നിലത്ത് വീണതോടെ അവരെ ചവിട്ടി മെതിച്ച് ജനക്കൂട്ടം മുന്നോട്ടു പോയി. അനിയന്ത്രിതമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസുകാർക്കും കഴിഞ്ഞില്ല. കേവലം 5000 പോലീസുകാരെയാണ് 3 ലക്ഷത്തിലേറെ ആളുകളെ നിയന്ത്രിക്കാൻ വിന്യസിപ്പിച്ചിരുന്നത്. മുഖത്തും തലയിലും നെഞ്ചിലുമൊക്കെ ചവിട്ടേറ്റാണ് പലരും മരിച്ചത്. റോഡിലെ തിരക്ക് കാരണം ആംബുലൻസുകൾക്ക് അടിയന്തരമായി എത്തിച്ചേരാനും പ്രയാസം നേരിട്ടു. ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോലീസുകാർ പരിക്കേറ്റവരെയും അബോധാവസ്ഥയിലുള്ളവരെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവാമായിരുന്നു എത്രമാത്രമായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നത്.